ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു വർഷം തന്നെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജേർണൽ സെറ്റ് അൺബോക്സിങ് ആയിട്ടാണ്. ഇതൊരു ഓറഞ്ച് സൺസെറ്റ് തീമിൽ വരുന്ന ജേർണൽ സെറ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇതിനൊരു ജേർണൽ വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്നാണ്. അതിന് വേണ്ടി ഒരു 5-6 ദിവസം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ജേർണൽ സെറ്റാണിത്. ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന കുറച്ച് മെമ്മോ പാഡ്സാണ്. ഒരു മെമ്മോ പാഡിൻ്റെ തീമിൽ 20 ഷീറ്റ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു അതിൽ. സെക്കൻഡ് അതേപോലത്തെ കുറച്ച് ക്ലൗഡിൻ്റെയും സൺസെറ്റിൻ്റെയും തീമിലൊക്കെ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സായിരുന്നു. അതിൽ 31 സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് 2 വാഷി ടൈപ്സാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള വാഷി ടൈപ്സാണ്. പിന്നെ ഇത് പോളറോയിഡ്സ് ആണെന്ന് തോന്നുന്നു. സത്യത്തിൽ എനിക്ക് തന്നെ എന്താണ് നെയിമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ നെയിം എന്താണെന്ന്. പിന്നീട് 2 എൻവലപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസൊക്കെ അല്ല, അപ്പോൾ ക്രിസ്മസ് ഫണ്ടിന് കൊടുക്കാൻ പറ്റിയ ലെറ്ററൊക്കെ വച്ച് കൊടുക്കാൻ പറ്റിയ നല്ല എൻവലപ്സ്. പിന്നെ ഇത് വാൾ പോസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. നല്ല പാറ്റേൺസിലൊക്കെ വന്ന് നല്ല 5 ഷീറ്റ്സ് വാൾ പോസ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ ഇതും അതേപോലത്തെ ഒക്കെ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ആണെന്ന് അറിയത്തില്ല. കുറച്ച് പേപ്പേഴ്സ് പിക്ചേഴ്സ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളും കോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൽ. അതിൽ 10 ഷീറ്റ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നെയിം എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ 3 കോയിൻ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഗം വെച്ച് ഒട്ടിക്കാനുണ്ടായിരുന്നു, സ്റ്റിക്കേഴ്സ് അല്ല. ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഇതിന് 200 സംതിങ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ മീഷോയിലും അവൈലബിൾ ആണ് ഈ ഒരു ജേർണൽ സെറ്റ്. പിന്നെ അത് എൻ്റെ ഫേവറേറ്റ്, ഈ ജേർണൽ സെറ്റിൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. നല്ല കോട്ടും ചൈനയോ ജപ്പാനോ അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുള്ള കോട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. പിന്നീട് പല പല ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സ്, ഓവൽ, സർക്കിൾ, റെക്റ്റാങ്കിൾ അങ്ങനത്തെ ഒക്കെ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ 5 ഷീറ്റ്സ് വരുന്ന കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഡയറിയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഗ്രിറ്റായിട്ട് വരുന്ന ഷീറ്റ്സാണ്. അപ്പോൾ ഇതിൽ ജേർണലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു കവറ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാം ബോക്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡയറി ആയിരിക്കും കിട്ടുന്നത്. നല്ല എസ്തറ്റിക് ആയിട്ടുള്ള പ്ലെയിൻ ഡയറി ആയിരിക്കും. അപ്പോൾ ഇനി മുതൽ ഞാൻ വിചാരിക്കുന്നത് ജേർണൽ ചെയ്യാവുന്നതായതുകൊണ്ട് തന്നെ ഇനി ഒരു ജേർണൽ സെറ്റ് വീഡിയോ സെറ്റായിരിക്കും വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇത്രയായിരുന്നു ഈ ഒരു ജേർണൽ സെറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയൊരു ജേർണൽ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.